ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഈ സ്വർഗീയ സന്ദേശം എന്ന ആത്മീക ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ തിരുവെഴുത്തുകളുമായി നിൽപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് സകല മഹത്വം ഞാൻ ദൈവത്തിന് നൽകുകയാണ്. ഞങ്ങളുടെ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവാത്മാവിൻ്റെ കരങ്ങൾ തന്നിരിക്കുന്ന ടോപ്പിക് ഇതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: പിതാവ് എനിക്ക് തന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ വചനം ദൈവം നമുക്ക് വാഴ്ത്തി നുറുക്കി തരേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ശ്രേഷ്ഠവും അനുഗ്രഹവുമേറിയ ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. ഇന്നത്തെ പ്രഭാഷണം കേൾക്കുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹമാക്കി എൻ്റെ പ്രാണപ്രിയൻ തീർക്കുമാറാകണം. ദൈവമേ, അവർക്ക് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിക്കണം. മഹത്വം അവിടത്തേക്ക് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഇന്നത്തെ ഞാൻ ഈ വചനധ്യാനത്തിനായി ഞാനിവിടെ വായിച്ച വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. യോഹന്നാൻ 6:37. ഹല്ലേലൂയ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഒരു അനുഗ്രഹിക്കപ്പെട്ട ടോപ്പിക്കാണ്. യേശുവിൻ്റെ അടുക്കൽ ആര് വരുന്നുവോ, ഹല്ലേലൂയ. ഇവിടെ യേശു പറയുന്നില്ല ഇന്ന ആളാണ് വരേണ്ടതെന്ന്. യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ ആര് വന്നാലും എൻ്റെ കർത്താവ് അവനെ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? തള്ളിക്കളയുകയില്ല. നമുക്കറിയാം പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവർ കുടുംബങ്ങളിൽ നിന്നും തള്ളപ്പെട്ടു. ഹല്ലേലൂയ. ഓ സ്തോത്രം. മക്കള് ആമേൻ അച്ഛനെയും അമ്മയെയും വീട്ടിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓ ഭയങ്കരമായ വേദനജനകമായ അനുഭവങ്ങളാ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവിൻ്റെ മക്കളെ അവൻ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. യെശയ്യാവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു: ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും അനാഥനായി വിടുകയില്ല, തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അങ്ങോളം ഇങ്ങോളം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും ഈ നസ്രയൻ, ഹല്ലേലൂയ, പിതാവായ ദൈവം ആരെയും തള്ളിക്കളയാത്ത ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എൻ്റെ ഈ പ്രഭാഷണം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്: ഓ എൻ്റെ കർത്താവ്, ഓ ഹല്ലേലൂയ, ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല. മാത്രമല്ല, അല്പം കൂടെ വിശദീകരിച്ചാൽ പറയുന്നു, ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ തമ്പുരാന്റെ മക്കളെ അവൻ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം ഷേപ്റ്റായി, ഹല്ലേലൂയ, ഓ ചേർന്ന് നിൽക്കുവാൻ, ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ, ഓ ഈ ലോകത്തിൽ, ഓ പ്രിയ സ്നേഹിത, പ്രിയ ശ്രോതാവേ, ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ പേരാണ് നസ്രയൻ. ഹല്ലേലൂയ. പോരായിൽ ഓ വേദഭാഗത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ഓ ദാവീദ് തന്റെ 91 സങ്കീർത്തനത്തിന്റെ 14 പറയുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ആരൊക്കെയാണോ ഓ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്
ജീവിക്കുന്നത്. അവരെ എൻ്റെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനൊരു ഉത്തരവുമുണ്ട് ദൈവമക്കളെ. വെറുതെ നമ്മളെ ഹല്ലേലൂയ തള്ളിക്കളയുന്ന ദൈവമല്ല. അവന്റെ ന്യായപ്രമാണ പുസ്തകം അനുസരിച്ച് ജീവിച്ച് അവനോട് ഇരുമ്പ് കാന്തത്തോട് ചേരുന്നത് പോലെ ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടോ? വേദപുസ്തകം പറയുന്നു ഹല്ലേലൂയ, ആമേൻ, ഞാൻ ഒരു നാളും എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നമ്മളൊരു പ്രപ്പോസലുമായി, നമുക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ വിഷയവുമായി നമ്മൾ എത്തേണ്ടത് യേശുവിൻ്റെ അരികിലാണ്, ജീസസിന്റെ അരികിലാണ്. ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ അരികിലേക്ക് നമ്മൾ പോയി നമ്മുടെ വിഷമതകൾ, നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ഹല്ലേലൂയ അവനോടുകൂടെ പറയുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, ഒന്ന് ഓർക്കണം, സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവം നിന്റെ അരികിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അവൻ മാറിപ്പോകുന്ന ദൈവമല്ല, അവൻ ഒളിച്ചോടുന്ന ദൈവമല്ല. ഞാൻ എൻ്റെ മക്കളെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, എൻ്റെ ദൈവം ഇത്രയും കാലം എന്നെ തള്ളിക്കളയാതെ, എന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ ദൈവം നടത്തിയത്, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തെ ആരാഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ്. എവിടെയാണ് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് തമ്പുരാൻ അറിയാം. എന്തുകൊണ്ടായെന്ന് തമ്പുരാൻ അറിയാം. ആയതുകൊണ്ട് മഹാകരം നീട്ടി അത്ഭുതത്തിന്റെ കരം നീട്ടി അന്ന് മുതൽ ഇന്ന് വരെയും മാറോട് ചേർത്ത് വച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഏത് കഷ്ടതയിലും ദൈവം കൂടെയിരുന്ന് ആശ്വാസം തന്ന് ഇന്നും ഈ പ്രോഗ്രാം ചെയ്യുവാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ദൈവം എനിക്ക് കൃപ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പറയുകയാണ്, ഞാൻ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല. അവന്റെ മക്കളെ അവൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരോടൊരു ദൂത് കൈമാറുകയാണ്. നീ ഒരു നാളും കൈവിടാത്ത, ഒരു നാളും തള്ളിക്കളയാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത പ്രാണനാഥനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം നിന്നെ തള്ളിക്കളയും സഹോദരങ്ങളെ, നിന്നെ ഉപേക്ഷിച്ച് കളയും, മറക്കരുത്. ഹല്ലേലൂയ. നീ വളർത്തിയവരും നീ വളർത്തി വലുതാക്കിയ നിന്റെ മക്കൾ വരെ ഒരുപക്ഷെ നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം. നിന്റെ അപ്പനും അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം. നിന്റെ ഭാര്യ നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം. നിന്റെ ഭർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം. നിന്റെ സ്നേഹിതന്മാർ പണമുള്ളപ്പോൾ നീ ആവശ്യമായിരുന്നു, പണമില്ലാതെ വന്നപ്പോൾ നിന്നെ വേണ്ട, നിന്നെ കണ്ടാലും കാണാത്തതുപോലെ പോകും. അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ നിന്നെ തള്ളിക്കളയും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവജനമേ, തള്ളിക്കളയാത്ത ഒരുവനുണ്ട്, തള്ളിക്കളയാത്ത ഒരുവനുണ്ട്, ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്. നീ ഓടി വരുമ്പോൾ, നീ പല മനുഷ്യരുടെ അടുക്കലേക്ക് ഓടി ചെല്ലുമ്പോൾ, ഓടി എത്തുമ്പോൾ അവരെല്ലാം നിന്ദിച്ച് പരിഹസിച്ച് നിന്നെ ചപ്പും ചവറുമെന്ന് വിടക്കെന്ന് വലിച്ചെറിയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, മറക്കല്ലേ, നിന്നെ വലിച്ചെറിയുന്നെടുത്ത, നിന്നെ നിന്ദിച്ചെറിയുന്നെടുത്ത, നിന്നെ പരിഹസിച്ചെറിയുന്നെടുത്ത, നിന്നെ അപമാനിച്ചെറിയുന്നെടുത്ത നീ ചെന്നു വീഴുന്നത് ഒരു മനുഷ്യകരത്തിലല്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവാരി കുളക്കളത്തിൽ നിന്റെ പാപത്തെ ചുമന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നാസ്രയന്റെ കരത്തിലാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ച് ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറി തരികയാണ്. അങ്ങനെ വീഴുന്ന ഒരു മകനാണ് ഞാൻ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും കൈയൊഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു കൈയില്ലാത്ത മനുഷ്യന് എന്തിനാ? ഒരു കൈയില്ലാത്ത അപ്പനെ ഇനി എന്തിനാ? സകലരാലും കൈയൊഴിയപ്പെട്ടു, സകലരാലും തള്ളപ്പെട്ടു, ഒരു വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനെ പോലെയായി, നിന്ദിക്കപ്പെട്ടവനായി തീർന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ അരിമാപ്പൻ എന്നെ തള്ളിക്കളഞ്ഞില്ല. എൻ്റെ അരിമാപ്പൻ എന്നെ അനാഥനായി വിട്ടില്ല. ദൈവമക്കളെ, അവൻ്റെ കരത്തിൽ എന്നെ അവൻ താങ്ങി. ഞാൻ കണ്ടു അത്.
അതുകൊണ്ട് ഇന്ന് അതീവ ശക്തിയോടെ ഈ നസ്രയനെ പ്രസംഗിക്കുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. ഹല്ലേലൂയ. എൻ്റെ അപ്പനായി, എൻ്റെ അമ്മയായി, എൻ്റെ പ്രിയപ്പെട്ടവരായി എല്ലാമായി ഈ നസ്രയം എൻ്റെ ഹൃദയത്തിനകത്ത് ഉള്ളെടുത്തോളം കാലം എനിക്ക് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നെ നടത്തുന്നവനും എന്നെ നനയ്ക്കുന്നവനും എന്നെ വളർത്തുന്നവനും എന്നെ അമ്മയെ കരം പിടിച്ചു കൊണ്ടുപോകുന്നവനും ഈ നസ്രയനായ യേശു അത്രേ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനവധി ആളുകളെ ദൈവാത്മാവ് കാണിക്കുന്നു. ആരും സഹായമില്ല, എല്ലാവരാലും തള്ളപ്പെട്ടവർ. ഹല്ലേലൂയ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ യേശുനാഥൻ പറയുകയാണ്, എൻ്റെ അരിമപ്പൻ പറയുകയാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, എൻ്റെ നാഥൻ പറയുന്നു ഹല്ലേലൂയ, ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈ തള്ളിക്കളയുകയില്ല. ഇന്ന് ഈ പകൽക്കാലം യേശുവിൻ്റെ അരികിൽ നമ്മൾ ചെല്ലണം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നമ്മുടെ അരികിലേക്ക് വരുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വിളിച്ചറിയിക്കുകയാണ്. നമുക്ക് അടുത്തേക്ക് ചെല്ലാം. ആരുടെയൊക്കെ അടുക്കലേക്ക് നമ്മൾ കടന്നുപോയി അവരെല്ലാം കൈയൊഴിഞ്ഞ് നമ്മൾ ഒരു തോർത്ത്, നനഞ്ഞ തോർത്തിനെ പിടിക്കുന്നത് പോലെ പിഴിഞ്ഞു കളഞ്ഞ് എറിഞ്ഞില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കണം. ലോകത്തിൽ ആരൊക്കെ നമ്മളെ തള്ളിയാലും, ലോകത്തിൽ ആരൊക്കെ നമ്മളെ പുച്ഛിച്ച് പുറന്തള്ളിയാലും, പ്രിയ ദൈവമക്കളെ തിരിച്ചറിയണം, നമ്മൾ ചെന്നു വീഴുന്നത് തള്ളിക്കളയാത്ത നസ്രയൻ്റെ കയ്യിലാണ്. അനേക ഹൃദയങ്ങൾ തേങ്ങുന്നത് ഞാൻ കാണുന്നു. അനേക ഹൃദയങ്ങൾ വിലപിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഈ അവസ്ഥയിൽ മക്കളാൽ തള്ളപ്പെട്ട അപ്പൻ, മക്കൾമാരാൽ തള്ളപ്പെട്ട അമ്മ, അഭയസ്ഥാനം കോടിക്കണക്കിന് സമ്പാദിച്ച് ലക്ഷക്കണക്കിന് ഉണ്ടാക്കി മക്കൾക്ക് ഓരോ വീടുകൾ വെച്ചു കൊടുത്തു. എന്തെല്ലാം നല്ല കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്ത സ്വപ്നം കണ്ടു അമ്മമാരും അപ്പന്മാരും. എൻ്റെ തലമുറ, എൻ്റെ പ്രിയപ്പെട്ടവർ അവസാന നാളുകരെയും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അവരെല്ലാം തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ പ്രാണപ്രിയൻ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, മറിച്ച് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മൾ അവൻ്റെ അരികിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു ചെല്ലണം. ലോകത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ, ലോകമോഹങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇന്ന് അനേകർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ചിന്തകളിലേക്ക് ഓടിപ്പോവുകയാണ്, ലോകമോഹങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ്, സിനിമ കാണാൻ ഓടിപ്പോവുകയാണ്, ഡ്രാമ കാണാൻ ഓടിപ്പോവുകയാണ്. മനുഷ്യൻ അങ്ങനെ ദൈവഹിതമില്ലാത്ത സകല പ്രവൃത്തികളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ വിളിച്ച് ഞാനിതാ ദൈവ ആത്മാവിന്റെ കൃപയിൽ പ്രവചിക്കുകയാണ്. അങ്ങനെ പോകുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കഷ്ടങ്ങൾ അതാർക്കും പറയത്തക്ക വിധത്തിലല്ല, ആർക്കും ആരാഞ്ഞുകൂടാത്ത വിധത്തിലല്ല നീ പോകുന്ന നിന്റെ ജീവിതം. അത് നാശത്തിലേക്കാ, തകർച്ചയിലേക്കാ, അത് അഗാധ ഗർത്തത്തിൽ പോയി വീഴുന്ന അവസ്ഥയിലേക്കാണ്. ഉറവല വൈഡവ ഹതുരഘടകസ്യ ഹസ്തരാദര വൈഡേ ജുഡവൽപൗഡ റിബാല ഭക്ഷാല മൗഢീകരഘടകസ്യാന റിയാംധനെ വൈഡേ ഹതുരേരദനെ ഷാരവൽപൗഡ റിബാല ഭക്ഷാല മൗഢീകരഘടകസ്യ. അതുകൊണ്ട് എൻ്റെ യൗവന മക്കളെ, പ്രിയപ്പെട്ടവരെ, തള്ളിക്കളയാത്ത യേശുവിൻ്റെ അരികിൽ വരുവാൻ അവനെല്ലാം ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നന്മ തരുന്ന, ഭാരങ്ങളെ ചുമക്കുന്ന, വേദനകളെ മാറ്റുന്ന, ഇതുവരെയും നിങ്ങൾ അനുഭവിക്കാത്ത സന്തോഷം തരുന്ന, ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത സമാധാനം തരുന്ന ആ ഭാരവാഹിയായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. അതിനായി അവൻ്റെ അരികിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ. ഹല്ലേലൂയ. എല്ലാവരും മറന്നാലും മറക്കാത്ത യേശുപ്പൻ ഇന്ന് പകൽക്കാലം നമ്മളെ കൂടെ നമ്മുടെ അരികിൽ നിൽക്കുക. ഈ പ്രഭാഷണം കേൾക്കുന്നവരടുത്ത് നിൽക്കുക. മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പറ യേശുവേ, ഞാനിതാ എല്ലാം കളഞ്ഞിട്ട് നിന്റെ അരികിലേക്ക് വരാൻ പോവുക. ഒരു യാത്ര തുടരാം. ഏത് യാത്ര? ലോകമോഹങ്ങളിലേക്കുള്ള യാത്രയല്ല,
ലോകത്തിലെ പിശാചിന്റെ വഴിയിലേക്കുള്ള യാത്രയല്ല, മറിച്ച് യേശുവിൻ്റെ പാത നോക്കിയുള്ള യാത്ര. ആ യാത്രയിൽ സംഭവിക്കുന്ന രണ്ട് കാര്യം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിന്റെ പാതയ്ക്ക് ദീപവും നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് പ്രകാശവുമായി തമ്പുരാൻ കൂടെയിരിക്കും. നീ യേശുവിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ തയ്യാറായാൽ, യേശുവിൻ്റെ പിന്നാലെ അവൻ്റെ കുരിശെടുത്ത് പോകുവാൻ തയ്യാറായാൽ, തകർച്ചയല്ല. നിന്നെ അവൻ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രിയ ദൈവമക്കളെ, ഇവിടെ എല്ലാവരാലും ത്യജിക്കപ്പെട്ടു, എല്ലാവരാലും തള്ളപ്പെട്ടവരുണ്ട്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയിട്ട നാടുവിടുന്ന കുടുംബങ്ങളുണ്ട്, തലമുറകളുണ്ട്. എന്നാൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ ഇന്നും ചുമക്കുന്ന ഈ നസ്രയൻ പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവൻ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. അതിനുവേണ്ടി നാം ഇന്ന് ഈ പകൽക്കാലം അവൻ്റെ അരികിലേക്ക് ചെല്ലണം, ദൈവത്തോട് അടുത്ത് ചെല്ലണം. അവൻ നമ്മുടെ അരികിലേക്ക് വരും, അവൻ നമ്മളെ മാറോട് ചേർക്കും, അവൻ്റെ മകനായി മകളായി അവൻ നമ്മളെ അംഗീകരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി ലോകത്തിലെ വഴികളെ അവോയ്ഡ് ചെയ്യണം. ഹല്ലേലൂയ. ആരൊക്കെ മറന്നാലും മറക്കാത്ത യേശു, ആരൊക്കെ തള്ളിയാലും തള്ളിക്കളയാത്ത യേശു. ഈ യേശു നല്ലവനാ പ്രിയ ദൈവമക്കളെ, നല്ലവനാ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവമാ. ആശ്വാസം തരും. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മിടുക്കും കഴിവൊക്കെയാണ് നിങ്ങളിങ്ങനെ ജീവിക്കുന്നതിനോ, ഒരിക്കലുമല്ല. നീ രാവിലെ എഴുന്നേറ്റും പോകുമ്പോഴും നീ അറിയാത്തതൊന്ന് ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. ആത്മീക ദൂത് തൻ്റെ ദൂതന്മാരെ അവൻ കൽപ്പിച്ചാക്കും. അതാ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് തള്ളിക്കളയാത്ത ദൈവത്തിന് നീ മുറുകെ പിടിക്കണം. നീ പോയിട്ട് യാത്ര ചെയ്ത് തിരികെ വരുന്നതുവരെയും തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി. എന്തെന്നറിയാമോ? പോകുന്ന വഴിക്ക് കല്ലിൽ തട്ടി വീണു പോകാതിരിപ്പാൻ, പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകാതിരിപ്പാൻ, പോകുന്ന വഴിക്ക് എത്ര പേർ വീണ് അറ്റാക്ക് എന്ന് പറഞ്ഞ് മരണപ്പെടുന്നു. എത്രയോ ആക്സിഡന്റുകൾ മോർച്ചറിയിൽ വീട്ടിൽ നിന്ന് ജീവനോടെ പോകുന്നവർ കിടക്കുകയാണ്. എന്നാൽ ദൈവത്തോട് അടുത്തു ചെല്ലുന്നവരെ, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, അവൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരും. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ നസ്രയൻ പറയുന്നു, ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ, എൻ്റെ അടുക്കൽ വരുന്നവരെ തള്ളിക്കളയുകയില്ല. ഇതാണ് ഏറ്റവും പ്രധാനം. പ്ലസ് പോയിന്റും ഈ വചനത്തിൽ പ്രധാനം അതാണ്. തള്ളിക്കളയാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, കൈവിടാത്ത ദൈവം. തക്ക സമയത്ത് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന ദൈവം. ആ ദൈവമാണ് നമ്മുടെ ദൈവം. നസ്രയൻ അങ്ങനെയാ പ്രിയ ദൈവം മക്കളെ. അതങ്ങനെ ഒരു ഗുണമുണ്ട്. ഹല്ലേലൂയ. ഒന്നുമില്ലെന്ന് നമ്മൾ വേദനപ്പെടുമ്പോൾ, ഒന്നുമില്ലെന്ന് ഭാരപ്പെടുമ്പോൾ അവൻ ഓടി നമ്മുടെ അടുക്കൽ വരും. കാരണം നമ്മൾ അവൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ അവൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ടല്ലേ? അവൻ്റെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ മാറ്റങ്ങളുണ്ടാകും, ജോലിയിലൊക്കെ പ്രൊമോഷൻ കിട്ടും, ഒന്നിനൊന്നിന് വച്ചടി കയറ്റമാണ് ഉണ്ടാകുന്നത്. അത് ദൈവം തരുന്നതാ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മകനായിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ മകളായി നമ്മളായിരിക്കുന്നത് കണ്ടേരുക. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. ചെല്ലുന്നവരെ അവൻ ദൈവ പൈതലായി അംഗീകരിക്കും, ദൈവമകളായി അംഗീകരിക്കും, ദൈവമകനായി അംഗീകരിക്കും. അവനെ ഒരു നാളും തള്ളിക്കളയില്ല എന്നതിൻ്റെ അർത്ഥം, നിന്റെ മരണം വരെയും അവൻ ഇവിടെ ജീവിച്ച് നിത്യതയിൽ അവൻ വിളിക്കപ്പെടുന്നത് വരെയും നിന്നെ തള്ളിക്കളയത്തില്ല എന്നാണ് ഈ വചനത്തിൻ്റെ ആത്മീക ദൂത്. ഈ വചനത്തിൻ്റെ വെളിപ്പാട് അങ്ങനെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ ലോകത്തിൽ നിന്നും ജീവിച്ച് കർത്താവിൻ്റെ അരികിൽ വരുന്നതുവരെ എന്നെ തള്ളിക്കളയാത്ത ഒരു നല്ല ദൈവമാണ് ഈ നസ്രയൻ. അതുകൊണ്ട് എനിക്കിനി യേശുപ്പൻ മതി, ഇനി എനിക്ക് ഈ കർത്താവ് മതി. തീരുമാനം നിങ്ങൾ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും കൈവിട്ട് കളയും. ഹല്ലേലൂയ. കൈവിടാത്തൊരു ദൈവം, സ്വത്രം, കൈവിടാത്തൊരു ദൈവം. എല്ലാം സമ്പാദിച്ച് വീടുകളെല്ലാം വെച്ചു കൊടുത്ത് മക്കൾ പരിപാലിക്കുമെന്ന് പറഞ്ഞവരെല്ലാം തള്ളിക്കളഞ്ഞു. പെറ്റമ്മ തൻ്റെ മകനെ തള്ളിക്കളഞ്ഞു. പെറ്റമ്മ പ്രസവിച്ച് അമ്മയെ സ്തോത്രം അമ്മത്തൊട്ടിൽ കൊണ്ടെറിയുകയാണ്. എല്ലാവരാലും തള്ളപ്പെടുന്ന
കുടുംബങ്ങൾ, വ്യക്തികൾ, എല്ലാവരാലും ത്യജിക്കപ്പെടുന്ന മനുഷ്യർ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നീ ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്ത ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, ബർത്തിമായുടെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തവൻ, നയല്ല വിധവയുടെ മകനെ ശവമഞ്ചം തൊട്ട് ജീവനെ പുനർജനിപ്പിച്ചവൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവൻ, അവൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ അവൻ്റെ വകയായിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ കരുതിക്കൊള്ളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ കരുതിക്കൊള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവ ശബ്ദം കേട്ട് നമ്മൾ മുൻപോട്ട് പോകണം. ആ ദൈവ ആലോചന പ്രകാരം നമ്മൾ മുൻപോട്ട് പോകണം സഹോദരങ്ങളെ. അതാ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. കരുതലുള്ളവൻ യേശു മാത്രം, കരുതിക്കൊള്ളുന്നവൻ ദൈവം. കരുതലുള്ളവൻ, കരുതലുള്ളവൻ യേശു മാത്രം, കരുതിക്കൊള്ളുന്നവൻ ദൈവം. കരുതലുള്ളവൻ ദൈവശബ്ദങ്ങൾ അനുസരിക്കുമ്പോൾ കരുതിക്കൊള്ളുന്നവൻ ദൈവം. കരുതലുള്ളവൻ ദൈവശബ്ദങ്ങൾ അനുസരിക്കുമ്പോൾ കരുതിക്കൊള്ളുന്നവൻ ദൈവം. കരുതലുള്ളവൻ ദൈവം. കരുതിക്കൊള്ളുന്നവൻ ദൈവം. കരുതിക്കൊള്ളുന്നവൻ. ദൈവമക്കളെ കുറിച്ച് കരുതലുള്ളവൻ യേശു മാത്രമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവം മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ അവൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മൾ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മക്കളായി തീരുമ്പോൾ നമ്മളെ കൊണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കും. അതവൻ്റെ ആഗ്രഹമാണ്. എൻ്റെ മക്കൾ ആരും നശിക്കുന്നത് അവന് ഇഷ്ടമില്ല, ആരും പരാജയപ്പെടുന്ന ഇഷ്ടമില്ല. ലോകത്തിലുള്ളവർ പരാജയത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും തകർച്ചയിലേക്ക് വലിച്ചെറിഞ്ഞാലും ഈ അപ്പൻ വലിച്ചെറിയുന്ന ദൈവമൻ. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധനായ ദൈവം പറയുന്നത്, അവൻ അവകാശത്തോടെ വിളിച്ച് അത് പ്രവചന ദൂതായി പറയുകയാണ്. ആമേൻ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഇത്രയും നല്ല പ്രൊപ്പോസലാ തമ്പുരാൻ നമ്മളോട് പറയുന്നത്. ഇത്രയും നല്ല കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഓ സ്തോത്രം. എത്ര മണ്ടനായാലും എത്ര മൂഢനായാലും അവൻ ഇന്ന് ഈ പകൽക്കാലം യേശുവിൻ്റെ അരികിലേക്ക് വരുവാൻ ഒരവസരമുണ്ട്. താങ്ക് യു ഗോഡ് സ്പിരിറ്റ്. ഓ ഇന്ന് വരുവാനൊരു സമയമുണ്ട്. നാളെ ഞാൻ യേശുവിൻ്റെ അരികിൽ പോകാം, മാനസാന്തരപ്പെടാം, സ്നാനപ്പെടാം. കർത്താവിൻ്റെ പുസ്തകത്തിൽ നോ, ഒരിക്കലുമല്ല. ഇന്ന് രാത്രിയിൽ, ഇന്ന് രാത്രിയിൽ ഈ പരിശുദ്ധൻ വന്നാൽ, ഈ പ്രാണപ്രിയൻ വന്നാൽ നിനക്ക് അവനോടൊപ്പം അവൻ്റെ ഭവനത്തിലെത്താൻ കഴിയുമോ? നോ, ഇല്ല. ഇല്ല സഹോദരി, ഇല്ല സഹോദര, മാതാവേ പിതാവേ, ഇല്ല. ഇപ്പോൾ തീരുമാനമിട്. പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു അഭിഷിക്തന്റെ അടുക്കൽ പോയി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പുസ്തകത്തിൽ പേരെഴുത്. എപ്പോൾ വരും എന്നറിയത്തില്ല, പക്ഷേ ഇന്ന് വന്നാൽ അവനോടൊപ്പം നമുക്ക് പോകാം. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളധ്വനിയോടും കൂടെ തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി കടന്നു വരുമ്പോൾ, അത് വരുന്നത് വെറുതെയല്ല, നമ്മളെ ചേർക്കുവാൻ ഈ മെസ്സേജ് കേൾക്കുന്ന, ഉപദേശം കേൾക്കുന്ന എല്ലാവരും അവനോടൊപ്പം പോകണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എല്ലാവരും അവനോടൊപ്പം പോകണം. ഇന്ന് നമുക്ക് അവൻ്റെ അടുക്കലേക്ക് ചെല്ലാം ഒരു കുറ്റമറ്റ ഹൃദയത്തോടെ. നമുക്ക് അവൻ്റെ അടുക്കലേക്ക് കടന്നിയല്ല. യേശുവേ, ഞാനിത് അതിൻ്റെ അരികിൽ വരികയാണ്. അവൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന
ആമേൻ. മാനേജർ പിയൂണിനെ വിളിച്ചിട്ട് പറഞ്ഞു, പിയൂണെ 50,000 രൂപ കൊണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ പണം വാങ്ങി പോയി, ഡിപ്പോസിറ്റ് ചെയ്തില്ല. ഇവിടെ വന്നു ബാങ്ക് മാനേജർ അവനോട് ചോദിച്ചു, ഡിപ്പോസിറ്റ് ചെയ്തില്ല? ഓക്കെ സാർ എന്ന് പറഞ്ഞു. ദിവസങ്ങളേറെ കടന്നുപോയി. ഒരു ദിവസം ഈ മാനേജർ ആ ബാങ്കിലേക്ക്, ഡിപ്പോസിറ്റ് ചെയ്ത ബാങ്കിലേക്ക് ഈ കാശ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പണം ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം അതിവേഗത്തിൽ തൻ്റെ ഓഫീസിലേക്ക് കടന്നു, തൻ്റെ ബാങ്കിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പിയൂണിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു? നോ, നീ അവിടെ ചെയ്തിട്ടില്ല. ഓമെന്ന് പറഞ്ഞു, ഇല്ല, നോ, നീ അവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ ഈ ജോലിയിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കുക, നിന്നെ ഞാൻ ഈ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുക. പ്രിയ ദൈവമക്കളെ, ആ മനുഷ്യൻ തള്ളപ്പെട്ടു. അദ്ദേഹത്തെ പിന്നെ ആർക്കും വേണ്ടാത്തവനായി തീർന്നു. പക്ഷേ തമ്പുരാൻ ആവശ്യമുണ്ട്. ഈ മനുഷ്യൻ പോയി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചെയ്ത കുറവുകളെ ക്ഷമിക്കണമേ, ഞാൻ ഈ പാപം ചെയ്തത് അറിഞ്ഞുകൊണ്ടാണ്, കർത്താവേ എന്നോട് നീ പൊറുക്കണമേ എന്ന് പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ അവൻ യേശുവിൻ്റെ അരികിൽ പോയി പ്രാർത്ഥിച്ച ഒറ്റ കാരണം കൊണ്ട് നസ്രയൻ ഒരു കാര്യമാണ് ചെയ്തത്, തിരിച്ച് ജോലിയിൽ എടുക്കുവാൻ ആ മാനേജരുടെ ഹൃദയത്തിനകത്ത് എൻ്റെ കർത്താവ് പ്രവർത്തിച്ചു. കളയുന്നെടുത്ത് ചേർക്കുന്നവനായ യേശു. എൻ്റെ കർത്താവ് തള്ളിയെടുത്തു നിന്ന് അവനെ എടുത്തു, അവനെ ദൈവത്തിന്റെ വകയാക്കി തീർത്തു. അവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് അവൻ ദൈവത്തിന്റെ അവകാശിയായി തീർന്നു. അവന്റെ അവകാശം ദൈവം ആ മാനേജറുടെ ഹൃദയത്തിൽ സംസാരിച്ച് തിരികെ ജോലിയിൽ എടുക്കാനിടയായി. നഷ്ടപ്പെട്ട കാര്യങ്ങൾ, നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ? ജോലികളാണോ? എന്തായാലും നഷ്ടപ്പെട്ടത് സഹോദര സഹോദരി, നീ ഇന്ന് വേദനിക്കുന്നുവോ? നീ നസ്രയന്റെ അടുക്കൽ വാ. അതിന്റെ വിഷയത്തെ അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. മറിച്ച് തള്ളിക്കളയപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട വിഷയത്തെ ഇന്ന് പകൽക്കാലം നസ്രയന്റെ അരികിലേക്ക് നീ കൊണ്ടുവന്നാൽ നിന്നെയും നിന്റെ വിഷയത്തെയും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. അവനാ നസ്രയൻ. അവൻ ആർക്കും ദോഷം ചെയ്യാത്തവൻ, അവൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ. പ്രിയ ദൈവമക്കളെ, അവൻ്റെ അരികിലേക്ക് കൊണ്ടുപോവാ. നീ അനേക ലോക മനുഷ്യരുടെ കയ്യിൽ ആ വിഷയത്തെയും കൊണ്ട് ഓടിയില്ലേ? ഒരു ജോലിയില്ല, ഒരു ഭവനമില്ല, എനിക്കൊരു കുഞ്ഞില്ല, ഓ ഹല്ലേലൂയ, എന്തെല്ലാം വിഷയങ്ങളെ കൊണ്ട് നീ അങ്ങും ഇങ്ങും ഓടി. പലയിടത്തും പോയി നീ മന്ത്രവാദം ചെയ്തു, ക്ഷേത്രങ്ങളിൽ നീ പല കാണിക്കകൾ ഇട്ടു, ഉരുൾ നേർച്ച നടത്തി, ഫലമില്ല. ഇന്ന് പകൽക്കാലം നസ്രയൻ പറയുന്നു, നീ അവൻ്റെ അടുക്കൽ വാ. നിന്റെ വിഷയത്തെയും അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അതിനവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യും. നിന്റെ ഹൃദയം ആനന്ദിക്കുമാറ്, നിന്റെ കൺചുമ്മുമാറ് അത്ഭുതത്തെ നസ്രയൻ ചെയ്യും. അതിനായി നമുക്കൊരുങ്ങാം, തീരുമാനമെടുക്കാം, കരം വെച്ച് പറയാം, കർത്താവേ, ഞാനിതാ നിന്റെ അടുക്കൽ വരുന്നു. എൻ്റെ കുറവുകളെ ക്ഷമിക്കണം, എൻ്റെ പാപത്തെ ക്ഷമിക്കണം. എന്നെ നീ തള്ളിക്കളയാത്ത ദൈവമെന്ന് ഞാൻ അറിഞ്ഞു. എല്ലാവരാലും തള്ളപ്പെട്ടവനാണപ്പാ. സാരമില്ല സഹോദരി, സാരമില്ല. തള്ളിക്കളയാത്ത ഒരുവനാണ് നിന്നെ വിളിക്കുന്നത്. മകനെ, മകളെ, എൻ്റെ അടുക്കൽ വാ. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ആ അപ്പൻ്റെ അടുക്കലേക്ക് വരാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് നന്ദി അപ്പാ. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ കൈവിടുകയില്ല എന്ന് പറഞ്ഞ എൻ്റെ അരുമ അപ്പൻ്റെ ഈ സന്ദേശം കേട്ട എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ആ വിധത്തിൽ ആരെങ്കിലും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്കിതിൽ നിന്ന് ഒരു പുനർജന്മം ദൈവം കൊടുക്കണം. അവർ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ, ദൈവമേ, അവരുടെ വിഷയങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങളെ കണ്ട് കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. എല്ലാ മഹത്വവും പ്രാണനാഥന് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ ഏത് വിഷയമായാലും 2 നമ്പർ ഇതിൽ കാണും. നെല്ലിമൂട് നമ്മുടെ ശിവബ്രദറിൻ്റെ നമ്പർ,
എൻ്റെ നമ്പരും. ഞങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. അതിനായി ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഗോഡ് ബ്ലസ് യു.